ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലായ ട്രിക്സ് ആൻഡ് ഗെയിംസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 തുല്യതയുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ആൻസർ കീ ആണ് നോക്കുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 16 സ്കോറിന് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ലോകസഭ അംഗങ്ങളെ തെരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ആനുപാതിക പ്രാതിനിധ്യം, ലിസ്റ്റ് വ്യവസ്ഥ, ഭൂരിപക്ഷ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയാണ് ശരി ഉത്തരം. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ലോകസഭയുടെ കാലാവധി. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: രാജ്യസഭയുടെ ആകെ അംഗസംഖ്യ. രാജ്യസഭയുടെ ആകെ അംഗസംഖ്യ 280 ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണെന്നാണ് ചോദ്യം. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം. തെലങ്കാനയാണ് ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിത്തറയിട്ടത് ആരാണെന്ന് ചോദിക്കുന്നു. റിപ്പൺ പ്രഭുവാണ് ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിത്തറയിട്ടത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 368. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: ഭരണഘടനാ ഭേദഗതിക്കുള്ള പട്ടിക പൂർത്തീകരിക്കുക. ഭരണഘടനാ ഭേദഗതിക്കുള്ള നടപടിക്രമം 3 വിധമാണ്. ഒന്നാമത്തത് കേവല ഭൂരിപക്ഷം, രണ്ടാമത് പ്രത്യേക ഭൂരിപക്ഷം, മൂന്നാമത്തത് പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയ ഭരണ ഭേദഗതി. ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ക്വസ്റ്റ്യൻ: വിവിധ അവകാശങ്ങളുടെ പട്ടിക പൂർത്തീകരിക്കുക. ഇത് ചാപ്റ്റർ പാർട്ട് 2-ലാണ് ഇത് കിടക്കുന്നത്. നോക്കുക. അവകാശങ്ങൾ, സാംസ്കാരിക അവകാശങ്ങളും പൗരാവകാശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. 2 കോളങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് രാഷ്ട്രീയ അവകാശം, രണ്ടാമത്തത് സാമ്പത്തിക അവകാശം. ഓക്കെ. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ: താഴെ തന്നിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. കാര്യനിർവഹണ വിഭാഗം എങ്ങനെയൊക്കെയാണ് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിഭജിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. കാര്യനിർവഹണ വിഭാഗം: ഒന്നാമത്തേൽ രാഷ്ട്രപതി, തൊട്ട് താഴെ പ്രധാനമന്ത്രി, ഏറ്റവും താഴെയായിട്ട് മന്ത്രിസഭ. അതുപോലെ സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ സമിതി ഗവർണറാണ് ആദ്യം, പിന്നെ മുഖ്യമന്ത്രി, അവസാനം മന്ത്രിസഭ. 2ലും അവസാനം വരുന്നത് മന്ത്രിസഭയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ നീതിന്യായ ഘടന വിവരിക്കുന്ന പിരമിഡ് പൂർത്തിയാക്കുക. ഇപ്പം സുപ്രീം കോടതിയാണ് ഏറ്റവും ആദ്യം. ഇന്ത്യയിലെ പരമോന്നത കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. അടുത്തതായിട്ട് രണ്ടാമത് വരുന്നത് ഹൈക്കോടതി, മൂന്നാമത് ജില്ലാ കോടതി, കീഴിലെ ഏറ്റവും താഴെയായിട്ട് വരുന്ന കീഴ്ക്കോടതി, കീഴിൽ വരുന്നത് കീഴ്ക്കോടതി. അപ്പോൾ ആദ്യം സുപ്രീം കോടതി, രണ്ടാമത് ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതി, അവസാനം കീഴ്ക്കോടതി. നമുക്ക് എളുപ്പത്തിന് സുഹൈ ജി കി എന്ന് പറഞ്ഞാൽ എന്താ? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, കീഴ്ക്കോടതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ: ചേരുംപടി ചേർക്കുക. നെൽസൺ മണ്ടേലനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ആഫ്രിക്കയിൽ വർണ്ണവിവേചനമായിട്ട് നിരന്തരം സമരം നടത്തിയിരുന്നതും വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. JS മിൽ സ്വാതന്ത്ര്യത്തിലേക്ക്. പിന്നെ വരുന്നത് രണ്ടാമത് ആങ്സാൻ സൂക്കി ഭയത്തിൽ നിന്നുള്ള മോചനം. അത് ഓർക്കാനായിട്ട് നമുക്ക് ആങ്സൈറ്റി ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ആങ്സാൻ സൂക്കി ഭയത്തിൽ നിന്നുള്ള മോചനം. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. 13 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 4 എണ്ണത്തിന് ഉത്തരമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്പം 4 എണ്ണത്തിന് മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതിയാവും.
നമുക്ക് ഏറ്റവും ആദ്യം കൂൾ ഓഫ് ടൈം തരുമ്പോൾ തന്നെ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അപ്പം നമുക്ക് അത്രയും കൂടെ സമയം പോകില്ല. അതിനുശേഷം നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാവുന്നതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ വിവേചന അധികാരം വ്യക്തമാക്കാനാണ് ചൂണ്ടിക്കാണിക്കുക എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ വിവേചന അധികാരം? ഭാഗം 1 പൊളിറ്റിക്സിന്റെ 1ാമത്തെ പുസ്തകത്തിലെ പേജ് നമ്പർ 71 ചാപ്റ്റർ 4 ഇതിന്റെ ഉത്തരം കിടക്കുന്നത്. ഉത്തരം: മന്ത്രിസഭ നൽകിയ ഉപദേശം തിരിച്ചയക്കാനും അത് പുനഃപരിശോധിക്കാനും മന്ത്രിസഭയുടെ ആവശ്യപ്പെടാനുള്ള അധികാരം. 2ാമത്തെ അധികാരം, ധനബില്ല് ഒഴികെ ബില്ലുകൾ പ്രസിഡന്റിന് അംഗീകരിക്കുകയോ അംഗീകരിക്കാതെ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയോ ഒപ്പുവെക്കാതെ കൈവശം വെക്കാനുമുള്ള അധികാരം. പോക്കറ്റ് വിറ്റോ എന്ന് പറയുന്ന അധികാരമാണിത്. 3ാമത്തേത്, ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ തലവനെയാണ് സാധാരണ പ്രധാനമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. ഇൻ കേസ് ആർക്കും ഒരു പാർട്ടിക്കും ഭൂരിപക്ഷമില്ലാത്തപ്പോൾ പ്രസിഡന്റിന് തൻ്റെ സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് ഇഷ്ടമുള്ള ആളെ പ്രധാനമന്ത്രിയാക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയുടെ അധികാര പരിധി ലഘുവായി വിവരിക്കുക എന്നതാണ്. സുപ്രീം കോടതിയുടെ അധികാര പരിധി ലഘുവായി വിവരിക്കുക. ഇപ്പൊ സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ ഏതൊക്കെയാണ്? 1ാമത്തത് ഉപദേശാധികാരം, റിട്ട് അധികാരം, ഉത്ഭവാധികാരം, അപ്പീൽ അധികാരം. എന്താണ് ഉപദേശാധികാരം? പൊതു പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം തേടാവുന്നതാണ്. റിട്ട് അധികാരം, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. അടുത്തത് ഉത്ഭവാധികാരം, ചില കേസുകൾ നേരിട്ട് പരിഗണിക്കുന്നതിനുള്ള അധികാരം. അപ്പീൽ അധികാരം, അപ്പീൽ കോടതി, സിവിൽ ക്രിമിനൽ കോടതികൾ, ഭരണഘടനാപരമായ കേസുകൾ എന്നിവയിലുള്ള അപ്പീൽ അധികാരം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. പേജ് നമ്പർ 105 പാർട്ട് 1 പൊളിറ്റിക്സിന്റെ പാർട്ട് 1 ബുക്കിൽ ചാപ്റ്റർ 6 ഇതാണ് നോക്കേണ്ടത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, തുല്യതയുടെ 3 തലങ്ങൾ എഴുതുക. പാർട്ട് 2 ചാപ്റ്റർ 4 പേജ് നമ്പർ 46-47. എന്തൊക്കെയാ 3 തലങ്ങൾ? 1, തുല്യരെ തുല്യരായി പരിഗണിക്കൽ. 2ാമത് ആനുപാതിക നീതി. 3ാമത് പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ. പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ, വികസനത്തിന്റെ സാമൂഹിക ചെലവ് വിവരിക്കുക. ലഘുവായി വിവരിക്കുക. വികസനം വരുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹിക ചെലവിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും വികസനത്തിന്റെ സാമൂഹിക ചെലവെന്ന് പറഞ്ഞാൽ വരുന്നത്, ഒരു സ്ഥലത്തൊരു വികസനം, ഇപ്പം നമ്മൾ വിഴിഞ്ഞം തുറമുഖത്ത് ഒരുപാട് ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയതാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്കും സമകാലീനമായ സംഭവമായതുകൊണ്ട് അറിയാം. അതേപോലെ മെട്രോ വരുമ്പോൾ, റെയിൽവേ വരുമ്പോഴൊക്കെ നമുക്ക് സ്ഥലം എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. 1ാമത് കുടിയൊഴിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടത്. കുടിയൊഴിപ്പിക്കലുമായിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പോയിന്റ് മാത്രം നോക്കുക, എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് വികസിപ്പിച്ച് എഴുതാവുന്നതാണ്. അപ്പോൾ കുടിയൊഴിപ്പിക്കൽ എന്തൊക്കെ സംഭവിക്കും? ജീവിതമാർഗം തടയപ്പെടുന്നു, പാർപ്പിടങ്ങൾ ഇല്ലാതാകുന്നു, പരമ്പരാഗതമായ തൊഴിൽ നഷ്ടം, പിന്നീട് പാർപ്പിടം ഇല്ലാതാകുന്നു. അത് സമയക്രമാനുഗതമായിട്ട് വേറെ എവിടെയെങ്കിലും അവർക്ക് പാർപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് നേരിട്ട് അറിവുള്ള സംഭവങ്ങളാണ്. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ എഴുതുക. പ്രധാനമായിട്ട് നമ്മൾ പോയിന്റ് മാത്രം നോക്കി വെക്കുക. അതായത് നമ്മൾ എന്ത് പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി, എന്നിട്ട് നമ്മൾ ആ മനസ്സിലാക്കിയത് നമ്മുടേതായ രീതിയിൽ എഴുതിയാൽ മതി. ടെക്സ്റ്റിലെ ഭാഷ തന്നെ ഉപയോഗിക്കേണ്ട. നമ്മൾ എന്തു മനസ്സിലാക്കി അതിനെ വ്യക്തമായിട്ട് പോയിന്റ് ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാവും. 17ാമത്തെ ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം എഴുതുക. 17ാമത്തെ, മെച്ചപ്പെട്ട സാമൂഹിക ജീവിതം പേജ് നമ്പർ 17 ചോദ്യം ഉത്തരം 18 പേജ് നമ്പർ 18 ചാപ്റ്റർ 1. ഉത്തരം, ജനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകാനും ജനാധിപത്യ ബോധമുള്ള പൗരന്മാരെ സൃഷ്ടിക്കപ്പെടാനും പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കാനും. ഇതെല്ലാമാണ് അതിന്റെ പ്രാധാന്യമായിട്ട് പറയുന്നത്. ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് 5 ചോദ്യങ്ങളിൽ 3 എണ്ണമെങ്കിലും ഇപ്രകാരം നമുക്ക് അതിനകത്ത് ക്ലൂ ഉണ്ടാവും. പിന്നെ അടുത്തത് 3 എണ്ണമെങ്കിലും ഇപ്രകാരം കണക്ട് ഹിന്റ് ഉള്ളവയായിരിക്കും. അടുത്തതായിട്ട് പറയാനുള്ളത്, അപ്പോൾ 3 ഉത്തരങ്ങളിൽ ഒഴിവാക്കേണ്ടവ ഏതൊക്കെയാണ്, ചേരുംപടി ചേർക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി ചിലപ്പോൾ മുന്നേ ചോദ്യത്തിലുണ്ടാവും.
അത് ഒന്ന് ഓർത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇപ്രകാരം ചോദ്യങ്ങളും ഉത്തരങ്ങളും ബന്ധപ്പെടുത്തിയും ഒഴിവാക്കേണ്ടവ ഒഴിവാക്കി വേണം നോക്കേണ്ടത് കേട്ടോ. നമുക്ക് ഈ പൊളിറ്റിക്സിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.